എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വഴുതനങ്ങ വെച്ചിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി തയ്യാറാക്കാം. വഴുതനങ്ങ റോസ്റ്റാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറൊരു സൈഡ് ഡിഷിൻ്റെയും ആവശ്യമില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 1/2 കിലോഗ്രാം വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. വഴുതനങ്ങ നമ്മൾ നല്ല മൂത്ത് പോകാത്ത കുറച്ച് ചള്ള് വഴുതനങ്ങ എടുക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഈ വഴുതനങ്ങയൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടെങ്കിൽ ഒരു വലുപ്പത്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. നന്നായിട്ട് കനം കുറഞ്ഞു പോകരുത്. ഇനി ഇതിൽ കറിയൊക്കെ നന്നായിട്ട് പോകാനായിട്ട് 2-3 തവണ നന്നായിട്ട് കഴുകിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാം. ഇനി ഒരു മീഡിയം സൈസ് സബോള അതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാം. ഇതോടൊപ്പം തന്നെ ഒരു പിടി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 തണ്ട് കറിവേപ്പില വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരുന്നവരേക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊരു നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ പാകത്തിൽ മതി. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിപ്പോകുന്നവരേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിപ്പോയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി വഴുതനങ്ങയിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വഴുതനങ്ങയിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ മൂടി വെച്ചിട്ട് ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മൂടി തുറന്നിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതുപോലെ 2-3 തവണ ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ വഴുതനങ്ങ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒന്നും കൂടി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ മൂടി വെച്ചിട്ട് വേവിക്കുമ്പോൾ നമ്മൾ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അടിയിലൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. കണ്ടോ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ വഴുതനങ്ങ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. ഈ വഴുതനങ്ങയൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.